ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെയെങ്കിൽ ആഗോള ഘടകങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കാര്യമായി ബാധിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര സർക്കാരും RBIയും സ്വീകരിച്ച നടപടികളിലൂടെ രാജ്യത്തെ ബാങ്കിംഗ് മേഖല ലാഭകരമാക്കാൻ സാധിച്ചതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് ചെയ്യാൻ അർഹരായവർക്ക് നാളെ കൂടി അപേക്ഷ നൽകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേരുള്ള ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ ജോലി ചെയ്യുന്ന ജില്ലയിലെ നോഡൽ ഓഫീസർമാർ വഴിയോ നേരിട്ടോ അപേക്ഷ നൽകാം. ആബ്സെന്റി വോട്ടർ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം നൽകുന്നത്. സംസ്ഥാനത്ത് 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ അവസാനഘട്ടത്തിലേക്ക്. ഇതിനായുള്ള അപേക്ഷ നാളെയും നൽകാം. ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന 12D ഫോമിൽ നിർദ്ദിഷ്ട വിവരങ്ങൾ രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകണം. മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷം താമസ സ്ഥലത്ത് തന്നെ തപാൽ വോട്ട് ചെയ്യുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തും. ഭിന്നശേഷിക്കാർ അംഗീകൃത ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും നൽകേണ്ടതുണ്ട്. ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. കാശ്മീർ താഴ്വര, ജമ്മു എന്നിങ്ങനെ 2 ഭൂമിശാസ്ത്ര മേഖലകളായാണ് പ്രദേശത്തെ തിരിച്ചിരിക്കുന്നത്. ആകെ 5 പാർലമെന്ററി മണ്ഡലങ്ങളാണുള്ളത്. 2 ജമ്മു ഡിവിഷനിലും 3 കശ്മീർ ഡിവിഷനിലുമാണ്. 5 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടം ഈ മാസം 19-നും അവസാനഘട്ട വോട്ടെടുപ്പ് മെയ് 20-നും നടക്കും. ഒഡീഷയിലെ കേന്ദ്രപരയിൽ നിന്നുള്ള MPയും മുൻ BJD നേതാവുമായ അനുഭവ് മൊഹന്തി BJPയിൽ ചേർന്നു. ന്യൂഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിലാണ് ശ്രീ മൊഹന്തി അംഗത്വം സ്വീകരിച്ചത്. അടുത്തിടെയാണ് അദ്ദേഹം BJDയിൽ നിന്ന് രാജിവെച്ചത്. ആം ആദ്മി പാർട്ടി മുൻ MP ധരംവീർ ഗാന്ധി കോൺഗ്രസിൽ ചേർന്നു. ന്യൂഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേര ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നത്. പഞ്ചാബിലെ പട്യാല ലോക്സഭാ സീറ്റിൽ നിന്നുള്ള MP ആയിരുന്നു ശ്രീ ധരംവീർ ഗാന്ധി. രാജ്യത്ത് അടുത്ത 2 മാസങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഷ്ണതരംഗത്തിന്റെയും പൊതുതെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച നടത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും 1 ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലെ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശബരിമല ക്ഷേത്രത്തിലെ മേടമാസ പൂജയോടനുബന്ധിച്ച് ദർശനം ബുക്ക് ചെയ്യുന്നതിനായുള്ള വെർച്വൽ ക്യൂ പോർട്ടൽ നാളെ വൈകിട്ട് 5 മണി മുതൽ സജ്ജമാകും. www.shabarimalonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താവുന്നതാണ്. തോഷഖാന അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തടവ് ശിക്ഷ മരവിപ്പിച്ച് ഇസ്ലാമാബാദ് ഹൈക്കോടതി. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച ഔദ്യോഗിക പാരിതോഷികങ്ങളിൽ അഴിമതി നടത്തിയെന്ന കേസിലാണ് ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീബിക്കും 14 വർഷത്തെ തടവ് ശിക്ഷ നൽകിയത്. ശിക്ഷയ്ക്കെതിരായ അപ്പീൽ ഈദ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു. CBI സ്ഥാപക ദിനാഘോഷം ന്യൂഡൽഹിയിൽ നടന്നു. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച 20ാമത് DP കോഹ്ലി അനുസ്മരണ പ്രഭാഷണ പരിപാടിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് മുഖ്യപ്രഭാഷണം നടത്തി. നൂതന നീതിന്യായ സംവിധാനത്തിന് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ എന്നതായിരുന്നു പ്രഭാഷണ വിഷയം. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ സമ്മാനിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യമായി രാജ്യത്തിന്റെ പ്രതിരോധ കയറ്റുമതി 21,000 കോടി രൂപ കടന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 32% വളർച്ചയാണ് പ്രതിരോധ കയറ്റുമതിയിൽ ഉണ്ടായതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം നിരവധി സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. സ്വകാര്യ മേഖലയും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെ രാജ്യത്തെ പ്രതിരോധ വ്യവസായങ്ങൾ സമീപ വർഷങ്ങളിൽ പ്രശംസനീയമായ പ്രകടനമാണ് നടത്തിയതെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പുതിയ സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ല മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സർവീസസിന്റെ 38ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്യാൻവാബി പള്ളിയുടെ നിലവറയിൽ പൂജ നടത്താൻ അനുമതി നൽകിയ ജനുവരി 31-ലെ വാരാണസി കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി 2 സമുദായങ്ങൾക്കും മതപരമായ പ്രാർത്ഥനകൾ നടത്താൻ തക്കവിധം ഗ്യാൻവാബി പരിസരത്ത് തൽസ്ഥിതി നിലനിർത്താൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കക്ഷികളോട് ഉത്തരവിട്ടു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.